പറഞ്ഞതേ ഉള്ളൂ. അണബോംബിന്റെ കാര്യമായി പറഞ്ഞു. അല്ല, അവിടെ ചത്ത വീണ കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞു. സ്തോത്രം. യോസേഫിനോട് സമാധാനപരമായിട്ട് സംസാരിക്കരുത്. ഒരു ദൈവമകനിൽ സമാധാനപരമായി സംസാരിക്കണം. ചോദിക്കുന്നതിന് മറുപടി പറയണം. സംസാരിക്കേണ്ടത് സംസാരിക്കാം, പറയേണ്ടത് അത് പറയേണ്ട സമയത്ത് അത് പറയേണ്ടതുപോലെ. ഇതൊക്കെ വ്യവസ്ഥ കൊണ്ടിരുന്നില്ല. നിങ്ങൾ ചിലരോട് സംസാരിച്ച് അവന് നേരായ മാർഗത്തിൽ മറുപടി പറയത്തില്ലല്ലോ. വളച്ച് തിരിച്ച വർത്താനം പറയുള്ളൂ. എന്നാണ്ട് വിശേഷം? വിശേഷങ്ങൾ എന്ന് പറയുമ്പോ ഇങ്ങനെ നമ്മള് ഇപ്പം രാവിലെ ഇങ്ങോട്ട് വന്ന് നമ്മളിങ്ങനെ ഇരിക്കുമ്പം ഉണ്ടോ, അതാണ് അതിന്റെ മര്യാദ. ഞാൻ പേര് പറയത്തില്ല. ഞങ്ങൾക്കൊരു കൊച്ചമ്മയുണ്ട്. അവരോട് ചോദിക്കുന്നതിന് മറുപടി പറയത്തില്ല. ഞാൻ പേര് മാറ്റി പറയാൻ പോകാൻ അവർ ഓൺലൈനിൽ കാണുന്നത് കൊണ്ടാണ് പേര് മാറ്റി പറയുക. അവിടെ ചോദിക്കാം, മേൽക്കുട്ടി ചാക്കോച്ചൻ എന്ത് ചെയ്യാൻ? അയ്യോ ചാക്കോച്ചനോ? ഞങ്ങളുടെ അമ്മയുടെ ഒരു അനിയത്തി ഏറ്റുമാനൂർ താമസിക്കുന്ന അറിയാമോ? ചാക്കോച്ചൻ എന്തെന്ന് ചോദിച്ചാൽ ഏറ്റുമാനൂർ താമസിക്കുന്ന അറിയാമോ? ആ കൊച്ചമ്മയുടെ മൂത്ത മോളെ മുണ്ടക്കയത്താണ് കെട്ടിച്ചേക്കുന്നത്. മുണ്ടക്കത്ത് കെട്ടിച്ച് പുള്ളിക്കാരി ആ പണ്ട് സ്കൂട്ടറാണ് ഉരുണ്ടി വീണത്. ചാക്കോച്ചൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ സ്കൂട്ടർ എന്നിട്ട് വേണം പള്ളി അവര് പണ്ട് മെഡിക്കൽ കോളൊക്കെ കൊണ്ടുപോയി അതല്ലേ ഓട്ടോക്കാരൻ തമ്പി വഴക്കുണ്ടാക്കി ഓർക്കുന്നില്ലേ? അവരുടെ ഒരു മകപ്പെട്ട ഒരു പയ്യൻ ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട്. അവൻ്റെ ഒരു കൂട്ടുകാരൻ ചെങ്ങന്നൂർ വന്നിട്ടുണ്ട്. അപ്പൊ അവന്റെ കൂട്ടുകാരന്റെ അമ്മ മരിച്ചു. ആ അമ്മയെന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ആ അമ്മയുടെ അടക്കം മിനിയാന്ന് കഴിഞ്ഞു. ആ അടക്കത്തിന് ഞങ്ങൾ പോകേണ്ടതാണ്, പക്ഷെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളി അങ്ങോട്ടൊന്ന് ചാക്കോച്ചൻ എവിടെ പോയെന്ന് ചോദിച്ചു. ഒരു ശവോടക്കിന് പോയെന്ന് പറഞ്ഞാൽ പോരെ? അതിന് ഇത്രയും കൂട്ടിക്കെട്ടേണ്ട വല്ല കാര്യമുള്ള കാര്യമാണ്. നമ്മുടെ സമയങ്ങളിൽ കെടുത്തി നമ്മൾ 5-6 പേരെ തപ്പി മുണ്ടക്കൻ കാര്യമായാല ഏറ്റുമാനൂർ കാര്യമായാല നമ്മൾ തപ്പിയിട്ടൊന്നും കിട്ടുന്നുമില്ല. ഈ കുരുക്കണ്ട ചിലർ സംസാരിച്ച അങ്ങനെ അവർ നേരായ മാർഗത്തിൽ സംസാരിക്കുകയല്ല. ക്ലിയറാക്കാം. എവിടെ പോകുന്നു? ഞാൻ വായ്പാട് വരെ പോകുന്നു, തീർന്നല്ലോ. എവിടെ പോകുന്നെന്നോ? പോകുന്ന കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. അയ്യോ പിന്നെ സ്തോത്രം. സംസാരം വളരെ ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ദൈവത്തിന് സ്തോത്രം. 37:4 വായിച്ച 37:4. അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഈ സമാധാനപരമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല. ഈ വാക്കിൽ തെറ്റരുത്. ദൈവമക്കൾ വാക്കിൽ അങ്ങനെ വാക്കിൽ തെറ്റാതിരിക്കുന്ന വ്യക്തികളെ പറ്റി വേദപുസ്തകത്തിൽ കൊടുക്കുന്ന സൽഗുണപൂർത്തിയുള്ള പുരുഷനെന്ന. നിങ്ങൾ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. യാക്കോബ് 3:2. നാം എല്ലാവരും പലതിനും തെറ്റിപ്പോകുന്നു. അതറിയാമല്ലോ, പല കാര്യത്തെ നമ്മൾ തെറ്റുക. എന്നാൽ ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുന്നവൻ. അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകും. ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിടണം. കടിഞ്ഞാണിടണമെങ്കിൽ വാക്കിൽ തെറ്റരുത് എന്ന് പറഞ്ഞാൽ വാക്കുകൾ ശ്രദ്ധിക്കണം. സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പറയുന്ന കാര്യം പറഞ്ഞെന്ന് സമ്മതിക്കണം. അത് അത്യാവശ്യമാണ്. പറഞ്ഞ കാര്യം ചിലർ കുരുക്കല്ലിൽ ഒപ്പിച്ചു ചോദിക്കപ്പെടാൻ ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പിന്നെ കള്ളം പറയാനൊക്കെ ഇപ്പൊ ഈ മൊബൈലിലൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ അല്ല ഈ പാർട്ടിക്കാരൊക്കെ ചിലര്
ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അന്നേരം കാണിച്ചു കൊടുത്തു, എന്താണ്ട് പറഞ്ഞതും പ്രസംഗിച്ചതും അല്ല എന്താണ്. പിന്നെ അവർ പറഞ്ഞ അന്നാലത്തെ ദുർബല നിമിഷത്തിൽ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. നീ ആരോടാ സംസാരിക്കുന്നേ? എന്തുവാ നീ സംസാരിക്കുന്നേ? നിനക്കിത് സംസാരിക്കാൻ യോഗ്യതയുണ്ടോ? പുരുഷക്കാർ ചെല്ലി പറയുന്നത് പ്രസംഗിക്കുമല്ലോ. സ്നേഹം സ്വന്തം സഹോദരങ്ങളോട് മിണ്ടുകയല്ല. ആ പുള്ളിക്ക് സ്നേഹം പറയാൻ എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ? കൈയിറത്ത ഉപ്പ് തേക്കുകയല്ല. ആ പുള്ളിയുടെ സബ്ജക്റ്റാണ് പരോപകാരം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റാണ്. വളരെ ശ്രദ്ധിക്കണം. ഈ ജീവിതത്തിൽ അനുഭവത്തിൽ പ്രവർത്തിയില്ലാത്ത കാര്യങ്ങൾ അധികം മിണ്ടാതിരിക്കുന്നതാ. വേറെ എന്തെല്ലാം സബ്ജക്റ്റ് ഉണ്ട്? ഗോലിയാത്തിന്റെ തല ദാവീദ് വെട്ടിക്ക് നീ ഉത്തര തല വെട്ടിയാച്ചാ പോയിരിക്കുന്നത്. അപ്പൊ പിന്നെ വേണം അനുഭവത്തിൽ നിന്ന് കൂടെ. അതേസമയം യേശുവിന്റെ കണ്ണത്തടിച്ചപ്പോൾ യേശു തിരിച്ച് കാണിക്കണമെന്ന് പറഞ്ഞു. അത് അങ്ങനെയുള്ളവരെ പറയാവുള്ളൂ. ഒന്നടിച്ചപ്പോ 9 അടിച്ചവനെ കുറിച്ച് നിർത്തിച്ച് 3 കത്തിട്ട് പിടിച്ചു അവസാനം 7 ചവിട്ടി തിരിച്ചു പുള്ളി പ്രസംഗിക്കുക. നമ്മൾ ഈ കണ്ണത്തടിക്കുമ്പോ ആരായിരുന്നു പ്രസംഗിക്കുന്നത്? ഏണറക്കിയവൻ, കൂട്ടുകാരന്റെ ചവിട്ടി ഏണറക്കി, ഇടത്തെ ഏണ. അവനെന്തി അങ്ങനെ ചമ്പക്കാരൻ കണ്ട കിഴികുത്തി കിടക്കുന്നു. പുള്ളി അവിടെ നിന്ന് സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം. ചിലക്ക് സംസാരിക്കുന്ന ആരോടാ സംസാരിക്കുന്നത് എന്തുവാണെന്നും വാക്കിൽ തെറ്റരുത്. വളരെ ശ്രദ്ധിക്കണം സംസാരിക്കുമ്പോഴേ. എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പനോട് അങ്ങനെ സംസാരിക്കണം, അമ്മയോട് അങ്ങനെ സംസാരിക്കണം, ഭാര്യയോട് അങ്ങനെ സംസാരിക്കണം, ഭർത്താവിനോട് അങ്ങനെ സംസാരിക്കണം, അയലത്തുകാരോട് അങ്ങനെ സംസാരിക്കണം, സമൂഹത്തോട് അങ്ങനെ സംസാരിക്കണം. ചിലക്കെല്ലാം കൂടെ ഒറ്റ രീതിയുള്ളത് മുഴുവൻ സ്ഥലത്തും അത് ഇറക്കുക. എന്റെ അമ്മ, നിങ്ങളിപ്പം പറയും ഇയാൾ കൂടെ അമ്മയുടെ വിശേഷം. എന്റെ അമ്മയ്ക്ക് ഒത്തിരി വിശേഷം ഉണ്ടായിരുന്നു, അതുകൊണ്ടായി പറയുന്നത്. ഞാൻ വേണം നിങ്ങളുടെ മൈക്ക് തരാം, നിങ്ങളുടെ അമ്മയുടെ വിശേഷം പറ, 10 മിനിറ്റ് തരാം. എന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, എടാ തെങ്ങിനും കവകിനും ഒരു താപ്പിടരുതെന്ന്. പ്രായമുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. തെങ്ങിനും കവകിനും തെങ്ങിച്ചിട്ട് വണ്ണമുള്ളതാ, കമ കുറച്ചുകൂടെ അപ്പൊ അതിന്റെ ത്ലാപ്പ് മാറണം. ത്ലാപ്പെന്ന് പറഞ്ഞ പിള്ളേർക്ക് പിടി കിട്ടിയില്ലേ, ഈ കാല കെട്ടി അത് പിടി കിട്ടി ചാടി കയറിയല്ലേ അതിനാ ത്ലാപ്പ്. എന്റെ വല്യമ്മച്ചി പറഞ്ഞൊരു ഇതിന് സെയിമാ, പക്ഷെ ഭാഷ പ്രയോഗം വേറെയാ. വല്യമ്മച്ചി പറഞ്ഞൊരു, അത് പഴയ ആൾക്കാരല്ലേ. വല്യമ്മച്ചി പണ്ട് തങ്കച്ചാന് പെട്ടെന്ന് പിടിക്കും, എടാ കൊട്ടിക്ക് പാടുന്നത് കോയിക്ക് പാടരുതെന്ന്. കൊട്ടിക്ക് പാടുന്നത് കോയിക്ക് ചെന്ന് പാടരുത്. മനസ്സിലായോ? ഇനി ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു പഴഞ്ചനോട് പറയാം, മരം അറിഞ്ഞ് കോഴി വീഴാം. ഇപ്പൊ ഇത് 3 കൂടെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടല്ലോ. പറ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇനിയും ഉപമ തരാൻ പോവാ. പറ, ബോധ്യപ്പെട്ടോ? ആ, സ്തോത്രം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് സംസാരിക്കുമ്പോഴാണോ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിക്കുന്നത്? അല്ല, രണ്ട് തസ്തികയാണ്, രണ്ട് അധികാരമാണ്. അവരോട് രണ്ടുപേരോട് സംസാരിക്കുന്നത് പോലാണോ ഇന്ത്യൻ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയോട് സംസാരിക്കുന്നത്? അല്ല. ഇവരോട് 3 പേരോട് സംസാരിക്കുന്നതാണോ വത്തിക്കാനിൽ ചെന്ന് പോപ്പിനോട് പറയണേ? അല്ല. ഇവരോട് 4 പേരോട് സംസാരിക്കുന്നത് പോലാണോ നമ്മുടെ അവിടെ ഒത്തിരി ഉണ്ടല്ലോ ബംഗാളിയോട് സംസാരിക്കുന്നത്? രാവിലെ ബംഗാളികൾ പോവല്ലേ, ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്നതല്ല ബംഗാളിയോട്. അല്ലേ, ബായ് അങ്ങനെയാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്? ട്രൂപ്പ് ചെയ്ത് താഴെ വന്നായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ? അപ്പൊ മനസ്സിലായി കാണാം.
വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. ഒരു പുരോഗതിനോട് എങ്ങനെ സംസാരിക്കണം? അദ്ദേഹം പള്ളിയിലെ പുരോഗതനാണ്. അവിടെ ലോകെ പിടിച്ച് വലിച്ചാലോ? നീ എനിക്ക് യോ നിങ്ങൾ വലിച്ചൊന്നോ പിടിച്ചെന്നല്ല. അമ്പലത്തിലെ പൂജാരി നടന്നു പോവുക, പൂണിലിട്ടുണ്ട്, അയാളുടെ പൂണിൽ പിടിച്ച് വലിച്ചാലോ? ഇങ്ങോട്ട് തിരിഞ്ഞേ. അത് ചിന്തിച്ചേ, വളരെ ശ്രദ്ധിക്കണം. എങ്ങനെ സംസാരിക്കണം, എന്തോ സംസാരിക്കണം. വാക്കിൽ തെറ്റരുത്, ശ്രദ്ധിച്ചേ സംസാരിക്കാം. വ്യാജം പറയരുത്. വ്യാജം കേൾക്കുകയും ചെയ്യരുത്, പറയുകയും ചെയ്യരുത്. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല. 34-ാമത്തെ സങ്കീർത്തനം അറിവുള്ള വാക്യമാണ്. അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ചേ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ. ഇത് അത്യാവശ്യമാണ് ദൈവമക്കൾക്ക്. വ്യാജം കേൾക്കുകയും ചെയ്യരുത്. നമ്മളോട് ഒരാളൊരു കാര്യം എന്ന് പറയുമ്പോൾ ചോദിക്കണം, ഇങ്ങനെ സിസ്റ്റർ ഇതെങ്ങനെ അറിഞ്ഞേ, അല്ലെ ബ്രദർ ഇതെങ്ങനെ അറിഞ്ഞു? അപ്പോൾ സിസ്റ്ററോ ബ്രദറോ എന്നോട് ഇന്നയാളാ പറഞ്ഞത്, അന്നേരം അവിടെ വെച്ച് നിർത്തിയാണ്. ഇത് കേട്ട ഉടനെ കേട്ടണം കൊണ്ട് ഓടുക, അത് പാടില്ല. വ്യാജം കേൾക്കുകയും ചെയ്യരുത്, പറയുകയും. വിശേഷിച്ച് മറ്റൊരാളെ പറ്റി ഒരു ദൂഷണവും. ഇത് 5 മിനിറ്റ് കിട്ടിയാൽ 500 പേരെ കൊണ്ട് എന്നിട്ട് വന്നിരുന്ന് പ്രാർത്ഥനയോ? അപ്പോ അല്ല, കാക്കത്തെറ്റാനിക്ക് തെറ്റണം, ഉന്നമുള്ളവന്റെ കൊടുക്കണം, തെറ്റിയാക്കടാന്ന് പറയണം. ചുണ്ടിനിട്ട് തന്നെ. പിന്നെ പ്രാർത്ഥിക്കുന്നത് നീര് വെച്ച് കൂടി തിന്നു, പിന്നെ വേണ്ടി വരണം. ഒരൊറ്റ തെറ്റ്. അല്ല പിന്നെന്താ പറയാൻ? ദൈവത്തെ സ്തുതിക്കുന്ന നാവ് കൊണ്ട് നീ എങ്ങനെ ഈ വ്യാജം കേൾക്കുകയും പറയുകയും ചെയ്യുന്നത്? സ്തോത്രം. ഞാന് ദീർഘമാക്കുന്നില്ല. നാവിനെ പറ്റി, സംസാരത്തെ പറ്റി ഒത്തിരി ഇന്നും നാളെയും പറഞ്ഞ സ്തോത്രം. സദൃശവാക്യത്തിൽ ഒരു പദമുണ്ട്, വേണ്ടാതരം പറയരുതെന്ന്. നമ്മുടെ അമ്മമാര് അതിനെ പ്രാർത്ഥന കഴിഞ്ഞേ, മധ്യസ്ഥ പ്രാർത്ഥനയും കൂടെ കഴിഞ്ഞ് പറ, നിങ്ങൾ എന്തെങ്കിലും മറുപടി പറ. നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാൽ പ്രസംഗം 5 വരെ പോകും. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ 4 ആകുമ്പോ സ്തോത്രം. വേണ്ടാതീനം, ആരെ പറ്റിയും വേണ്ടാതീനം. അത് സംസ്കൃതത്തിൽ കൊടുത്തിരിക്കുന്ന ജന്മനായതയാണ്. എന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോഴേ ഇവരുടെ വീട്ടിൽ വന്നില്ല, വേണ്ടാതീനം പറച്ചില്ല. തന്നയുടെ നല്ലയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഏതാ വേണ്ടാതീനം? അത് നമ്മളിപ്പോ ഈ ഉപവാസപ്പാടത്തിന് 21-ന് പെട്ടെന്നൊന്നും മാറ്റാൻ. പിന്നെ 21 ദിവസം നീ ഞാനാ പ്രസംഗിക്കുന്നെങ്കിൽ നിന്നെ ഇതിനകത്തിട്ട് ഒന്നെങ്കിൽ ഈ 21 കഴിയുമ്പോൾ നീ സഭ വിട്ടു പോകും, അല്ലെ നീ ക്ലിയർ ആകും. രണ്ടിലും പറയും. കാരണം നിന്നെ ഇതിനകത്ത് വെച്ചാൽ ഈ സമയം കൂടെ നീ കുറച്ച് നാൾ കഴിഞ്ഞ് കലക്കി കാടിയാകും. അപ്പൊ 21 ദിവസം നീ ദൈവകൃപയെ ശരണപ്പെട്ട് ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ 21 കഴിയുമ്പോൾ ഒന്ന് നീ സഭ വിട്ട് പോകും. അല്ലെങ്കിൽ ഈ 21 കഴിയുമ്പോൾ ഏറെക്കുറെ, മൊത്തമൊന്നും ഞാൻ പറയത്തില്ല, അപ്പൊ ഭൂൾമാർഗൊന്നും തരത്തില്ല, ഏറെക്കുറെ. കാരണം എബ്രായലേഖനത്തിൽ വായിക്കുന്നത് ഏകദേശം എന്നൊരു പ്രയോഗമുണ്ട്. ഞാൻ വചനം വെച്ചായി പറയുന്നത് കേട്ടോ. നിങ്ങൾ പറയുന്നത് ഞാൻ ഈ പറയുന്നതെല്ലാം പൊട്ടത്തരമാണോ? ഞാന് വചനം വെച്ചാ പറയുന്നത്. കാരണം അഥവാ ഒരു തർക്കമോ ഒരു വാദമോ ഒരു വിഷയമോ വന്നാൽ അത് ന്യായപ്രമാണ പ്രകാരം ഏകദേശം അങ്ങനെ കൊടുത്തിരുന്നത്. ഞാൻ ആ റെഫറൻസ് അങ്ങ് മറന്നു പോയി. സ്തോത്രം.
എത്ര വാക്യമാണ്? 9:22. എബ്രായ ലേഖനം 9:22 വായിച്ചേ. ഏകദേശം. അപ്പൊ മേളിൽ അതിന്റെ ശുദ്ധീകരണ പ്രക്രിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്ത് ബന്ധപ്പെട്ടാന്നറിയാമോ? ആട്ടുകൊട്ടിൽ എടുക്കണം, അതിന്റെ രക്തം എടുക്കണം, വലത്തെ ചെവിയുടെ വലത്തെ കൈയുടെ പെരുവിരല്, വലത്തെ കാലിന്റെ പെരുവിരല്, പിന്നെ എല്ലാത്തിനും തളിക്കണം, മുഴുവൻ തളിക്കണം. ഇതെല്ലാം ചെയ്ത് എന്ത് ബന്ധപ്പാടാന്നറിയാമോ? ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞേച്ച് പറയും ഏകദേശം മൊത്തം ആയില്ലെന്ന്. പകരം വെച്ചാ ഞാൻ പറഞ്ഞത്, പൂർണ്ണമായിട്ടില്ല, ഏകദേശം. ആട്ടുകൊട്ടിനെ പിടിക്കണം, കണ്ടിക്കണം, രക്തം എടുക്കണം, വലത്തെ കാലിന്റെ അവിടെ തൂക്കണം, വലത്തെ കൈയുടെ പെരുവിരല്, വലത്തെ കാലിന്റെ പെരുവിരല്, പിന്നെ ജലത്തിന്മേൽ തളിക്കണം, ഉപകരണത്തിൽ തളിക്കണം. എന്തെല്ലാം പ്രക്രിയകള്! ഇതെല്ലാം ചെയ്തിട്ട് പറയാ ഏകദേശം. അതാ ഞാൻ പറഞ്ഞത്, 21 ദിവസം ഇരിക്കുമ്പോൾ ഒന്നെങ്കിൽ നീ ഈ സഭ വിട്ട് പോകും, ഇല്ലെങ്കിൽ നീ ഏകദേശം ഏറെക്കുറെ വേണ്ടാതീനം മാത്രമേ പറയുള്ളൂ. അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഫോൺ എടുത്താൽ നല്ല കാര്യം പറയത്തില്ലല്ലോ ചിലര്. ഫോൺ എടുത്താൽ നിന്റെ ഈ ഫോൺ തല്ലി പൊട്ടിക്കാതെ നീ ഗുണമാകുകയല്ല. ഫോൺ തല്ലി പൊട്ടിച്ചത് കൊണ്ടും ഗുണമാകുകയല്ല. നിന്നെ തല്ലി പൊട്ടിക്കാതിരിക്കേണ്ട, പക്ഷെ അതിപ്പോ നടക്കത്തും ഇല്ല. വെറുതെ എന്തിനാ ജയിലിൽ കിടക്കുന്നത്? തന്നെ സ്വർഗത്തിലും പോവുകയല്ല. കുലപാതകന്മാർ നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച ഫോൺ എടുത്ത നല്ല കാര്യം പറയത്തില്ലല്ലോ. അല്ലെ, എന്തുകൊണ്ട് വിശേഷം? പ്രാർത്ഥിക്കും. അമ്മ ആ വാക്യം ഇവിടെ ഞാനതങ്ങ് മറന്നുപോയി ചോദിക്കുകയല്ലോ. എന്നാണ് പാസ്റ്ററുടെ സഭയിൽ ഒരു പാട്ട് പാടി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത് ഏത് പാട്ടാണ് അമ്മാമ്മയ്ക്ക് അറിയാമോ? ഇതല്ല ചോദിക്കുന്നത്. ഫോൺ എടുത്തേ മുഴുവൻ വേണ്ടാതീനമല്ലേ പറയണേ? കുടുംബത്തുള്ളവരെ കുറിച്ച് മുഴുവൻ എന്നെ നിങ്ങൾക്ക് പിന്നെ ഒരു സ്തോത്രം വളരെ ശ്രദ്ധിക്കണം. ബാക്കി ഞാൻ ഇനിയിപ്പോ ഇന്ന് 2 മണി കഴിഞ്ഞില്ലേ? എത്രയായി? മതി, ഇന്ന് മതി. ബാക്കി ഇനി ഉണ്ടല്ലോ, 21 ദിവസം കിടക്കുകയല്ലേ. ഈ പ്രസംഗത്തിന്റെ മുഖവരെ ഇതേ ഉള്ളൂ. സ്തോത്രം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും കൂടെയുള്ള ദൂത. എനിക്കും കൂടെ. നമ്മുടെ നാവ് കൊണ്ട് വളരെ സൂക്ഷിച്ചേ സംസാരിക്കാം. വേണ്ടാതീനം നിന്റെ നാവ് കൊണ്ട് പറയരുത്. യോഗം കഴിഞ്ഞ് വീട്ടിൽ പോകണം. അല്ല, ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ലതേ പറയാം. നിങ്ങളിപ്പോ പറയരുത് യോഗം കഴിഞ്ഞോണ്ട് അയാളെല്ലാവരും ഓടിച്ചു എന്നല്ല പറഞ്ഞത്. ഇരിക്കുന്നുണ്ടെങ്കിൽ ആത്മീയ വർധനയ്ക്ക് ഉതകുന്നത് പറയാം. ഞാൻ കർക്കശമായി നിങ്ങളോട് പറയാം, വേണ്ടാതീനം സംസാരിക്കുന്നവരുമായിട്ട് മിണ്ടരുത്. എന്തുകൊണ്ട് വിശേഷം? എത്ര പറഞ്ഞെങ്കിൽ വിട്ടേക്കണം. അവരുമായിട്ട് ഇരിക്കരുത്. അവരുമായിട്ട് കസാരയിട്ട് അവരെല്ലാം കൂടെ വട്ടം ഇരിക്കുന്നത്. വേണ്ടാതീനക്കാരെല്ലാം കൂടെ വട്ടം ഇരിക്കുക. കട്ടൻ ചായ ഇട്ട് വട്ടം ഇരിക്കുക. മുഴുവൻ വേണ്ടാതീനമാണ്. പാടില്ല. സൂക്ഷിക്കണം. വാക്കിൽ ശ്രദ്ധിക്കണം. യോസേഫിനോട് സഹോദരന്മാര് സമാധാനപരമായി ഒരു ദൈവവൈതൽ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. വാക്ക് വളരെ ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെ ശ്രദ്ധിച്ചേ സംസാരിക്കാവൂ. കാരണം വാക്കുകൾക്ക് ഓരോ വാക്കിന് ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കണം. ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന ശുദ്ധീകരണത്തിനും ഗുണീകരണത്തിനും ക്രമീകരണത്തിനും രൂപാന്തരത്തിനും ഇടയാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥന. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. എല്ലാവരും പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആ മുമ്പേ പാടിയ പാട്ടിന്റെ ചരണങ്ങൾ ചേർത്ത് പാടി നമുക്ക് ഇന്ന് പകരത്തെ യോഗം തിരുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ അങ്ങകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, ലോകത്തിന്റെ അങ്ങകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്തം തള്ളിക്കളയുമ്പോൾ
ഞങ്ങളുടെ കർത്താവേ, വന്ന സമയം മുതൽ ഈ സമയം വരെ സഹായിച്ചല്ലോ. പ്രാർത്ഥിപ്പാൻ ജാഗരിപ്പാൻ കൃപ നൽകി. കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. വാക്കുകൾ ശ്രദ്ധിക്കുവാൻ, സംസാരം ശ്രദ്ധിക്കുവാൻ, സമർപ്പണത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഈ ഭവനത്തെ ഇവിടെ പാർക്കുന്നതിന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന, കൂടപ്പെട്ട ദൈവമക്കളെ അനുഗ്രഹിക്കുന്ന, ഓൺലൈനിൽ ഞങ്ങളോടുകൂടി ആയിരുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിങ്ങളിൽ കൃപ ചൊരിയണം, വരവിനായി കൊടുക്കണം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിവുടയ മകോന്നത മനസ്സലിവുടയ മകോന്നത പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, ആമേൻ, എല്ലാ നടത്തിപ്പുകളുടെ മേലും, നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, ഇന്ന് ഇവിടെയുള്ള എല്ലാ ദൈവ മക്കളുടെ മേലും, പുരോഗത്തുള്ള സകല വിശുദ്ധന്മാരുടെ മേലും നമ്മൾ ആമേ സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിച്ച വിഷയങ്ങളും അവർ തന്നെ തുടർന്നുള്ള എല്ലാ മീറ്റിങ്ങുകളുടെ മേലും, ആമേ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയുടെ എല്ലാ ദിവസങ്ങളും നടക്കുന്ന മീറ്റിങ്ങുകളുടെ മേലും, ആമേ യാത്രയിലായിരിക്കുന്ന ദൈവമക്കളുടെ മേലും, ആമേ ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരും ഇന്നും എന്നേക്കും കാലാവസരം വരെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലം പുത്രമുഖാന്തരം നമുക്ക് ജീവനുള്ള പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണം.